കാനറിപ്പടയ്ക്ക് കാൽപന്തുകളി മറന്നിരിക്കുന്നു. ബ്രസീലിന്റെ ചരിത്ര പ്രാധാന്യമായ ശൈലി യോഗ ബൊനീറ്റ, സുന്ദരമായ ഫുട്ബോൾ ഇവിടെ കാണാനില്ല. കറുത്ത കുതിരകൾക്ക് മുൻപിൽ ആ 90 മിനിറ്റുകൾ ഈ മഞ്ഞക്കുപ്പായക്കാർ ഏറെ വീർപ്പുമുട്ടിയാണ് കളിച്ചു തീർത്തത്. കാൽപന്ത് കളിയുടെ ആധിപത്യം ബ്രസീലിന് നഷ്ടമായോ? പുതിയ തലമുറയും യൂറോപ്യൻ ശൈലിയുടെ കടന്നുകയറ്റവും ബ്രസീലിന്റെ തനത് രീതികളെ തകർത്തെന്ന് വിധി എഴുതുമ്പോഴും ആ ശൈലിയെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ കെൽപ്പുള്ളൊരുത്തൻ ഇപ്പോഴും ആ ടീമിലുണ്ട്. വിശപ്പ് മറക്കാൻ തുന്നിക്കെട്ടിയ പന്തുകൊണ്ട് നൃത്തം ചവിട്ടിയവന്റെ അവസാന ആട്ടം വരാനിരിക്കുകയാണ്. നിങ്ങൾ കണ്ണീർ തൂകണ്ട, നിരാശരാകണ്ട, തല കുനിക്കണ്ട. കാരണം ആ സുൽത്താൻ നിങ്ങളെ രക്ഷിക്കും. യഥാർത്ഥത്തിൽ വേൾഡ് കപ്പ് ശരിക്കും ആരംഭിക്കുന്നത് ഇന്നാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനൊപ്പം മൊറോക്കോ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ ഈ ഗ്രൂപ്പ് ഏറെ ശക്തമായി കഴിഞ്ഞിരുന്നു. ഈ ഒരു സമനില ഒരു പരാജയ സമാനമായി തന്നെയാണ് എല്ലാവരും വിധി എഴുതുന്നത്. കാരണം അത്രയേറെ പ്രതീക്ഷയുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ. പക്ഷെ മൊറോക്കോ എന്നത് ശക്തമായ ഒരു ടീം തന്നെയാണ്. പ്രതിസന്ധികൾ നേരിടുന്ന ബ്രസീലിയൻ നിര വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഒരു സമനില പിടിച്ചെടുത്തത്. മത്സരത്തിന്റെ 21-ാം മിനിറ്റിൽ ബ്രസീലിയൻ ഡിഫൻസിനെ മുഴുവൻ കീറിമുറിച്ചു കൊണ്ടുവന്ന പാസിനെ അലിസൺ ബെക്കറിന്റെ തലയ്ക്ക് മുകളിലൂടെ ഇസ്മായിൽ സൽബരി ഗോൾ നേടിയപ്പോൾ അന്തം വിട്ടു നോക്കി നിന്നു. ടീം ഗെയിമിന് ഇവിടെ സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിയ ബ്രസീൽ ടീം പിന്നീട് ആൻസലോട്ടിയുടെ പ്രിയപുത്രനെ ലക്ഷ്യമാക്കിയുള്ള കളിരീതി അടുത്ത 11 മിനിറ്റിൽ ഫലം കണ്ടു. ബോക്സിനകത്തേക്ക് ഇരമ്പി കയറിയ വിനീഷ്യസിന്റെ ഫേവറേറ്റ് ആംഗിൾ ഗോൾ. ശേഷം കണ്ട മൊറോക്കൻ വേഗതയ്ക്ക് മുൻപിൽ ബ്രസീൽ ഏറെ സ്ട്രഗിൾ ചെയ്തിരുന്നു. ആശ്വാസം നൽകുന്ന അവസാന വിസിലടിച്ചപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ 2-3 സ്ഥാനക്കാരായി മൊറോക്കോയും ബ്രസീലും മാറി. നിലവിൽ ഒന്നാമത് നിൽക്കുന്ന സ്കോട്ട്ലൻഡിനെയും അവസാനം നിൽക്കുന്ന ഹൈത്തിയെയും ആര് വലിയ മാർജിനിൽ പരാജയപ്പെടുത്തുന്നുവോ അവർക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അവസാനിക്കാം. ഫുട്ബോൾ അതിന്റെ ആവേശം ഇരട്ടിയാക്കിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥ പോരാട്ടം വരാനിരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം.